ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്വിസ്മാനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്ര ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നത്തെ കുറേ അധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് പഠിക്കും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഈ അടുത്ത് ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ മൃഗമേത്? ചുവന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ മൃഗമേതെന്നാണ് ചോദ്യം. ചുവന്ന പട്ടിക എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെയും സസ്യങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് IUCN എന്ന് പറഞ്ഞ സംഘടന തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട മൃഗമേതെന്നാണ് ചോദ്യം. ഉത്തരം ബോർണിയൻ എലിഫന്റ്. അടുത്ത ചോദ്യം, ചുവന്ന പട്ടിക തയ്യാറാക്കുന്ന IUCNന്റെ പൂർണ്ണരൂപം എന്ത്? നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഉത്തരം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി അടുത്തിടെ അധികാരമേറ്റതാര്? ഉത്തരം ജസ്റ്റിസ് നിതിൻ മധുകർ ചാന്ദാൻ. നിതിൻ മധുകർ ചാന്ദാനാണ് അവസാനം ചീഫ് ജസ്റ്റിസായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ആദ്യമായി 6G ഈ അടുത്ത് പുറത്തുവിട്ട രാജ്യമേത്? ഉത്തരം ജപ്പാൻ. അടുത്ത ചോദ്യം, അടുത്തിടെ ന്യൂസിൽ കണ്ട മൗണ്ട് എറബസ് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് എറബസ് ഒരു മലയാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മൗണ്ടൻ എന്നും ഈ മൗണ്ടൻ അറിയപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും ഒരു ഇന്ത്യയിലുള്ള സംരംഭം ഏത്? ഉത്തരം ഓപ്പറേഷൻ മുസ്കാൻ. അടുത്ത ചോദ്യം, അടുത്തിടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ചേർന്ന ഇന്ത്യയിലെ ഒരു ചരിത്ര സ്ഥലം. യുനെസ്കോ ഇങ്ങനെയുള്ള പലതരം പട്ടികകൾ തയ്യാറാക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിനുത്തരം മൊയ്ഡംസ്. മൊയ്ഡംസ് ആണ് അവസാനമായ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ചേർത്ത ഇന്ത്യയിലെ ഒരു ചരിത്ര സ്ഥലം. അടുത്ത ചോദ്യം, ഗുജറാത്തിലെ കച്ച തീരത്ത് അടുത്തിടെ രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേരെന്ത്? ഉത്തരം അസ്ന. ഈ ചുഴലിക്കാറ്റിന്റെ ഭാഗമായി കേരളത്തിൽ നല്ല മഴ കിട്ടിയിരുന്നു. അടുത്ത ചോദ്യം, 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏത് ഇനത്തിലാണ് നിതീഷ് കുമാർ സ്വർണം നേടിയത്? ഉത്തരം ബാഡ്മിന്റൺ. അടുത്ത ചോദ്യം, ഉപഗ്രഹ ശിഥിലീകരണ പ്രതിഭാസത്തെ കുറിച്ച് പഠിക്കാൻ ഡ്രാക്കോ മിഷൻ ഈയിടെ പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏത്? ഉത്തരം യൂറോപ്യൻ സ്പേസ് ഏജൻസി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും കറണ്ട് അഫയേഴ്സിൻ്റെ ചോദ്യങ്ങൾ വേണമെങ്കിൽ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.